നമ്മൾ ഈ വൈഫിന്റെ വീട്ടിൽ വന്നാൽ ശരിക്കും വൈഫ് ഹൗസ് എന്നാണോ പറയണ്ടേ? എന്താ ഒച്ചേ പറ കേൾക്കത്തില്ല. അപ്പൊ നമുക്ക് ഇല്ലോസ് ഹൗസിൽ ഇന്നത്തെ ഫുഡ് ഉണ്ടല്ലോ. നല്ല ചിക്കൻ കറി ഉണ്ട്, നാടൻ മാങ്ങാച്ചാറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, പിന്നെ അച്ചിങ്ങപ്പയറും ക്യാരറ്റും കൂടി ഇട്ടൊരു കറിയുണ്ട്. ഒരു പ്ലേറ്റ് എടുത്ത് ഇത്തിരി ചോറും വിളമ്പി കറികളും എല്ലാം കൂടി എടുത്ത് ഞങ്ങൾ മൂന്നുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യായുവിന് കുഴിയാനെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. നല്ല പച്ച നിറമുള്ള ചാമ്പങ്ങയാണ് മരം നിറച്ച്. യായു ഇങ്ങനെ കാറ്റത്ത് വീഴുന്ന ചാമ്പങ്ങ എല്ലാം പെറുക്കി നടക്കാണ്. മാവ് നിറച്ച് ഇങ്ങനെ മാങ്ങ നിൽക്കുന്ന കാണുമ്പോൾ ചെറുപ്പത്തിൽ കൂട്ടുകാരോടൊപ്പം കൂടിയിട്ട് കല്ലും കമ്പും ഒക്കെ ഇരുന്നിട്ട് മാങ്ങ പറിച്ച് ഉപ്പും കൂടി തിന്നതാണ് ശരിക്കും ഇപ്പോൾ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് നമ്മുടെ കുഴിയാനെ കാണാനില്ല. ഞങ്ങൾ കുറെ തപ്പി, 11 എസ്കേപ്ഡ്. എന്തായാലും തിരികെ വിടാനിരുന്നതാണ്, അവരായിട്ട് പോയി. ശേഷം ഇപ്പോൾ നമ്മൾ ഈ മലയും കുന്നും എല്ലാം ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത് താഴെ ഒരു ആറുണ്ട്, അവിടെ കുളിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വലിയ വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ സേഫ് ആണ്. എനിക്കാണെങ്കിൽ നീന്തൽ വലിയ പിടിയില്ല. ഈ കാണുന്ന പാറകളെല്ലാം വെള്ളം വർഷങ്ങളോളം ശക്തമായിട്ട് ഒഴുകിയിട്ട് മേൽമണ്ണ് പോയതുകൊണ്ടാണ് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നതെന്ന് പറയുന്നു. കൂടാതെ ഉരുള് പൊട്ടിപ്പോൾ ഒഴുകി വന്ന പാറകളാണെന്നും പറയപ്പെടുന്നു. നിരന്തരമായിട്ട് വെള്ളം ഒഴുകിയതിന്റെ ഫലമായിട്ട് പാറകളെല്ലാം ഓരോ ഷേപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല മഴക്കാലം ആകുമ്പോൾ വെള്ളം ഒഴുകുമ്പോൾ ഈ കാണുന്ന പാറകളെല്ലാം മൂടിപ്പോകും, ശക്തമായിട്ടുള്ള ഒഴുക്കും ഉണ്ടാവും. ഈ പാറകളുടെ ഒന്നും വലിപ്പം നമുക്ക് ശരിക്കും വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല. യായുവിന്റെ മാമന് നിൽക്കുന്നുണ്ടോ, ഇത്രത്തോളം വലിപ്പം വരും ഒരു പാറയ്ക്ക്. കുളിക്കാനാണ് വന്നതെങ്കിലും എല്ലാ പിള്ളേരെയും പോലെ വെള്ളത്തിൽ കളിക്കാനാണ് യായുവിന് ഏറ്റവും ഇഷ്ടം. ശേഷം ഇപ്പോൾ ഒരു തരത്തിൽ യായുവിനെ പിടിച്ച് സോപ്പെല്ലാം തേപ്പിച്ച് കുളിപ്പിച്ച് കേട്ടാന്ന് ഓർത്തപ്പോൾ യായു എന്നെ പിടിച്ച് നിർത്തി എന്റെ ദേഹത്തെല്ലാം സോപ്പ് വെച്ചോണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് കേസ് ഞാൻ ആ നഗ്നസത്യം തിരിച്ചറിഞ്ഞത്. ബേസിക്കലി തടിയനായി ഞാൻ വീണ്ടും തടി വെച്ചു. ഈ കാണുന്ന ചെറിയ ബബിള് പോലത്തെ സാധനം ഓരോ പ്രാണികളാണ്. ഇതിങ്ങനെ കയ്യിലെടുത്താൽ ചേമ്പലെ വെള്ളം വീണ പോലെ വഴുതിപ്പോകും. പെട്ടെന്നാണ് ഓർത്തത് ഇന്ന് ICC T20 ഫൈനലാണ്, ഇന്ത്യ കിവീസ് ഫൈനൽ മാച്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുളിയും കഴിഞ്ഞ് തോർത്തെല്ലാം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം പാച്ചപ്പാക്കി പെട്ടെന്ന് തന്നെ കയറാന്ന് വിചാരിച്ചു. ശേഷം ഇപ്പൊ നമ്മൾ മുമ്പ് ഇറങ്ങിയ കുന്നെല്ലാം തിരികെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നാടൻ മുരിങ്ങയൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഇപ്പൊ ഇന്ത്യ കിവീസ് ഫൈനൽ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിന്റെ കിടിലും ബാറ്റിംഗ് എല്ലാം കണ്ടപ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. 255 എന്നുള്ളൊരു ബ്രഹ്മാണ്ഡ സ്കോർ ന്യൂസിലാൻഡിന് കൊടുത്തതിന് ശേഷം ന്യൂസിലാൻഡിനെ 10 വിക്കറ്റിന് ഓൾ ഔട്ട് ആക്കിയപ്പോൾ രവിശാസ്ത്രി 9 വിക്കറ്റ് സ്കോർ എന്ന് പറഞ്ഞ് കമന്ററി ഒന്ന് തെറ്റിച്ചെങ്കിലും ഇന്ത്യ വേൾഡ് കപ്പ് ഇങ്ങെടുത്തു. ചെറുപ്പം മുതലേ ക്രിക്കറ്റ് ഫാനായ ഒരാൾക്ക് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് ഒക്കെ എടുത്തു കഴിയുമ്പോൾ അന്നത്തെ രാത്രി ഒരു സ്പെഷ്യൽ രാത്രി തന്നെ. അത് ഞാൻ പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല, അത് എക്സ്പീരിയൻസ് ചെയ്ത ഫാൻസിന് മാത്രമേ മനസ്സിലാവൂ.